എന്താ കുഴപ്പമൊന്നുമില്ല, നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ. എന്നാ കേൾക്കാൻ പറയണ്ട, നോക്കാൻ പറഞ്ഞിട്ട് കേൾക്കാൻ പറയണല്ലോ എന്നെ അർത്ഥമുള്ളൂ. സ്റ്റാൻഡേർഡ് പറയൂ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് സ്റ്റാൻഡേർഡ് പോകുന്നത്. അയൽവക്കംകാരൊക്കെ അങ്ങനെ പറഞ്ഞു. ആരുടെ? ഞങ്ങളുടെ വീട്ടിലെ. അതല്ല, ഇവിടെ പഠിക്കേണ്ട കുട്ടിയുടെ സ്റ്റാൻഡേർഡ് പറയൂ. കുട്ടിക്ക് നല്ല സ്റ്റാൻഡേർഡ് ആണ് നല്ല ഉദ്ദേശിക്കുന്നത്. അതല്ല, LKG-യിലാണോ UKG-യിലേക്കാണോ ചേർക്കേണ്ടത്? അതിലേതാണെന്ന് വെച്ചാൽ മാഡത്തിന് ഇഷ്ടമുള്ള ചേർത്തം നല്ലതായിരിക്കണം മാത്രം. ഓ അതല്ല മിസ്റ്റർ, പിന്നെ നമ്മൾ ഈ കുട്ടീനെ ആദ്യമായിട്ടല്ലേ സ്കൂളിലേക്ക് ചേർക്കുന്നത്. അപ്പൊ LKG മതി. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ജനിപ്പിച്ചാൽ അന്തൊക്കെ ഒരു അവകാശമല്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ചേർത്താൽ മതി. പിന്നെ ഞാൻ എന്നാ പറയണേ? എടോ, ആദ്യമായിട്ട് ചേർക്കുമ്പോ LKG-യിലാണ് ചേർക്കേണ്ടത്. അതാണ് അതിന്റെ രീതി. അതൊക്കെ നിങ്ങൾ ഓരോ രീതി ഉണ്ടാക്കും, നമ്മളത് അനുസരിക്കണം. പൈസ തന്നെ അത്രേ ഉള്ളൂ. നോക്കൂ മിസ്റ്റർ, ഇതൊരു ഇന്റർനാഷണൽ സ്കൂളാണ്. അപ്പം ഇവിടെ ഉച്ചക്കഞ്ഞി ഉണ്ടാവുമല്ലോ, പയറും. ഉച്ചക്കഞ്ഞിയും പയറൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമ്മളുടെ സ്കൂളിൽ ആദ്യമായിട്ട് ഒരു കുട്ടീനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പാരന്റ്സിന് ഒരു ഇന്റർവ്യൂ കൊടുക്കും. അതെന്റെ ഇല്ല, അവസാനം ഇല്ല. അപ്പൊ ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ല? അല്ല, അച്ഛനാണല്ലോ ഞാൻ, അമ്മ വീട്ടിലുണ്ടല്ലോ. അതാണ് പറഞ്ഞത്, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യും. അതായത് താങ്കളെ ആദ്യം ഇന്റർവ്യൂ ചെയ്യും. അത് കഴിഞ്ഞാൽ എനിക്കിവിടെ പണിയായി അല്ലേ? എടോ അതല്ല, നിങ്ങളുടെ വിവരം, നിങ്ങളുടെ കൾച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് ചെയ്തു, 3 പ്രാവശ്യം ചെയ്തോ, കുഴപ്പമില്ല. കുട്ടിക്ക് ഐക്യം ഉണ്ടല്ലോ? കുട്ടിക്ക് മാത്രമല്ല, ഞങ്ങളെ വീട്ടിലെല്ലാവരും നല്ല ഐക്യത്തിലാണ് പോണത്. പിന്നെ അമ്മായിയപ്പൻ പെണ്ണുമ്പുള്ള വീട്ടുകാർ മാത്രം ഇച്ചിരി ഉടക്കിലാണ് പോണത്. കാരണം പുള്ളിയുടെ കയ്യിലിപ്പോൾ അതാണ്, അതുകൊണ്ടാണ്. എടോ അതല്ല, പിന്നെ കുട്ടിയുടെ ബുദ്ധി, കഴിവ്, ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണ് IQ ടെസ്റ്റ്. ഒന്നും അത് കുഴപ്പമില്ല, മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, മനസ്സിലായില്ല. പിന്നെ തനിക്കൊരു കാര്യം അറിയാലോ, മൂത്താൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. നമ്മള് മറ്റുള്ള സ്കൂളുകളെ പോലെയല്ല, വളരെ കുറച്ച് ഡൊണേഷനാണ് നമ്മുടെ സ്കൂൾ മേടിക്കുന്നത്. പക്ഷെ ആ ഡൊണേഷനിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് യൂണിഫോം, ബാഗ്, സ്കൂൾ ബസ്, ഇതെല്ലാം നമ്മൾ എവറിത്തിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് ഫസ്റ്റ് നമ്മൾ ഒരു 1 lakh, അതായത് 1 ലക്ഷം രൂപ മാത്രമേ നമ്മൾ ഡൊണേഷനായിട്ട് മേടിക്കുന്നു. 1 lakh. 1 ലക്ഷം രൂപ? യെസ്. ഇത്രയും കുറഞ്ഞ പൈസ വാങ്ങിച്ച് നിങ്ങൾ എങ്ങനെ ജീവിച്ചു കൊണ്ട്? ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഒരു പാരന്റെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. 3500 പിള്ളേരും ഉണ്ട്. ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്യും അല്ലേ? പിന്നെ നമുക്ക് സ്കൂള് വളരണ്ടേ മിസ്റ്റർ? പിന്നെ വളരെ ഞാൻ കണ്ടായിരുന്നു. ആദ്യം വന്നപ്പോൾ 3 സെന്റ് പട്ടമില്ലാത്ത സ്ഥലത്തിനകത്ത് ഒരു നില കെട്ടിടത്തിനകത്ത് അല്ലേ, ഒരു 3 മുറിയും പണിത് വെച്ചാൽ അതിലേക്ക് മേളിലേക്ക് 3-4 വാർക്ക കമ്പിയും പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരുമ്പോ അതിന് 5 നില കെട്ടറായി അല്ലേ? വളരട്ടെ, സ്കൂളങ്ങ് വളരട്ടെ. 6ാമത്തെ നിലയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും അഡ്മിഷൻ എടുക്കാം. അപ്പൊ ഈ ഫോം ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത് തരണം. ഈ ഫോം ഒന്ന്, അതായത് ഇതൊന്ന് പൂരിപ്പിച്ച് തരണം. പൂരിപ്പിച്ച് തരണം. ഒരു പേന അവിടെ. വേറൊരു പേനോ? വേറൊരു പേന എന്തോ കൈക്കങ്ങാണ്. വേറൊരു പേന. പേന പിടിക്കുമ്പോഴേ ഈ കൈയുടെ ഈ ഇതുണ്ട് ഇവിടെ, എഴുതാൻ അറിയാൻ പാടില്ല. പേനയുണ്ട്, എഴുതരാം. ഓക്കെ, ഞാൻ എഴുതരാം. എനിക്ക് സമയമില്ല, എന്നാലും ഒരു ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ട് ഞാൻ എഴുതാൻ പോവുകയാണ് കേട്ടോ. പേര്? കുഞ്ഞപ്പൻ. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ആരെങ്കിലും ഇങ്ങനത്തെ പേരിടുമോ? അല്ല, പിള്ളേരല്ല, എന്റെ പേര് കുഞ്ഞപ്പൻ. ഇയാളുടെ പേരല്ല, ഇവിടെ ചേർക്കേണ്ട കുട്ടിയുടെ പേരാണ് വേണ്ടത്. ആ കുട്ടിയുടെ പേര് മറ്റേ ഞങ്ങൾ പേര് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. കൺഫ്യൂഷൻ. ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അച്ഛനൊരു പേരിടും, അമ്മ ഒരു പേരിടും അല്ലെ? അതൊരു പ്രശ്നമാണ്. കുഴപ്പമില്ല, നിങ്ങൾ കുട്ടീനെ ചേർക്കാൻ വരുമ്പോഴത്തേക്ക് ഡിസിഷൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എഴുതിയാ മതി. പിന്നെ ഫാദർ നെയിം? അച്ഛന്റെ പേര്? പൗലോസ്. ഇത്രയും നേരം കുഞ്ഞപ്പൻ എന്നല്ലേ പറഞ്ഞത്? അതെന്റെ പേര്, എന്റെ അപ്പന്റെ പേര് പൗലോസ് എന്നാണ്. ഈ കുട്ടിയുടെ അച്ഛൻ താങ്കളാണോ? മാഡത്തിനൊരു സംശയമുള്ള പോലെ. നാട്ടുകാർ പലതും പറയും, അത് കേട്ട് മാഡോ ഭർത്താവും പറയല്ലോ കേട്ടോ. ആ കുട്ടിയുടെ അപ്പം ഞാൻ തന്നെയാ. എവിടെ ചെന്നാലും ഇത് കേട്ട് കേട്ട് ബാക്കിയുള്ള മടുത്തു. എടോ അതല്ല, തന്റെ കൊച്ചിന്റെ അച്ഛന്റെ പേരാണ് എഴുതേണ്ടത്. അപ്പൊ തന്റെ പേരല്ലേ ഇവിടെ എഴുതേണ്ടത്? അതാണല്ലോ, അപ്പൊ അത് എഴുതിയ പോരെ? കുഞ്ഞപ്പൻ. കുഞ്ഞപ്പൻ എഴുത്. തന്റെ വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് പറയണേ. വീടിന്റെ ചുറ്റുപാട് ഷാപ്പിന്റെ അവിടെ നിന്ന് നേരെ കയറി പോയി കഴിയുമ്പോഴത്തേക്കും കനാൽമണ്ട ഉണ്ട്. ആ കനാൽമണ്ടയിൽ നേരെ നടന്നു കഴിയുമ്പം പട്ടമില്ലാത്ത ഒരു പുറമ്പോക്ക് ഭൂമി ഒരു 3 സെന്റ് കിടപ്പുണ്ട്. അതിനകത്ത് വളച്ചു കൂട്ടി ഒരു ഇച്ചിരി മൺകട്ട വെച്ച് പടതേക്കണ, അത്രേ ഉള്ളൂ സെറ്റപ്പ്. എടോ അതല്ല, അഡ്രസ് പറയൂ. കാവനാക്കുടി എഴുതിക്കോ. ഓക്കെ. കാസ്റ്റ്? കാസറ്റ് ഇല്ല, വേണേ 2 CD വാങ്ങിച്ചു തരാം. ഇപ്പൊ കാസറ്റ് കിട്ടാനില്ല, ഒരിടത്തും കിട്ടാനില്ല. മാഡം വേണേ അന്വേഷിച്ച് നോക്കിയാൽ കാസറ്റ് ഇല്ല, അതൊക്കെ നിർത്തി. എടോ അതല്ല, തന്റെ കുട്ടിയുടെ ജാതി.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ തന്നെ പറയേണ്ടത് ജാതി ചോദിക്കരുത്, മതം ചോദിക്കരുത്, പിള്ളേരെ തമ്മിൽ വേർതിരിച്ച് കാണരുത്, പണത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പിള്ളേരെ തമ്മിൽ തിരിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചേർക്കാൻ പറഞ്ഞ കുട്ടിയുടെ ജാതി ചോദിച്ചാൽ അത് ശരിയാണോ മാഡം? അത് എന്ത് മര്യാദ എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. എൻ്റെ കുട്ടിക്ക് ഞാൻ ജാതി പറയത്തില്ല. ഓക്കെ സോറി സാർ. അപ്പൊ കുഴപ്പമില്ല. നിൽ. എന്താ നിൽക്കാൻ പറഞ്ഞ് നില്ലെന്ന് പറഞ്ഞ്? എടോ അതല്ല, തനിക്ക് തന്റെ കുട്ടിക്ക് ജാതി ഇല്ല, അതുകൊണ്ട് ഇല്ല എന്ന് എഴുതിയത്. നിൽ. നില്ലെന്ന് പറഞ്ഞ് ഇല്ലാന്നാണ്. അതിപ്പോ ആർക്കറിയാതൊക്കെ. താൻ ഭയങ്കര ആദർശവാദിയാണല്ലേ. സെക്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. നമ്മൾ മാത്രമല്ല, കുടുംബമായിട്ടൊക്കെ ആണല്ലോ എൻ്റെ ഇത്. എടോ സെക്സ് പറ. വലിയ ഇഷ്ടല്ലേ? റീസണ്ട് നമ്മൾ പറയണതിന് കുഴപ്പമില്ല, പക്ഷെ മൊബൈലിൽ കൂടെ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു കേസാവും. എടോ അതല്ല, തന്റെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. അതാണോ? എന്നാ മലയാളത്തിൽ പറഞ്ഞാൽ പറയണം. ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യം ഞാൻ എടുത്തിട്ട് എന്റെ പേര് കേസ് ആയാനല്ലോ. ദൈവമേ, അത് ഞാൻ എന്തെങ്കിലും എഴുതിക്കോളാം. ഇനി ഇവിടെ താങ്കളുടെ ഇൻകം കാണിക്കണം. എന്തോ? താങ്കളുടെ ഇൻകം. മിസ്റ്റർ. അല്ല വന്നപ്പോൾ ഉള്ള ഇംഗ്ലീഷും സ്റ്റാൻഡേർഡൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർത്തില്ല ഒരു കൊച്ചിന് ചേർക്കണമെങ്കിൽ അപ്പന്റെ ഇൻകം കാണിക്കും എന്നുള്ളത്. അല്ല വേണ്ട. അല്ല കുടുംബത്ത് വരുന്ന പെണ്ണുങ്ങൾ പറയുന്ന ഒരു വാക്കല്ല അത്. ശരിയല്ല. എന്റെ മാത്രം മതിയല്ല, കൊച്ചിന്റെ കാണിക്കണോ? നീ അനൗൺസ്മെന്റ് ചെയ്യാൻ പോവാണ്. എന്നോട് ചോദിച്ചാൽ പറയാതെ 10 പേരെ അറിയിക്കണം എന്റെ ഇൻകത്തിന്റെ കാര്യം. അവിടെ ഒന്ന് ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്യണ്ട. എന്റെ ഇൻകം മാത്രമാണല്ലോ, കൊച്ചിന്റെ ഇൻകം ഉണ്ടോ? തന്റെ ഇൻകം കാണിച്ചാ മതി. ഇൻകം എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം, അതാണ് ഇവിടെ കാണിക്കേണ്ടത്. വാർഷിക വരുമാനം. ഇപ്പൊ തെറ്റിദ്ധരിച്ച് ഇപ്പൊ ഇൻകം കാണിച്ചായിരുന്നു. ഇവിടെ എന്നാ നടന്നേ? ഇവിടെ അംഗം നടന്നേനെ ഇപ്പൊ ഇവിടെ. എന്റെ പൊന്നോ, അത് പറയണ്ട കേട്ടാ. അല്ല ഞാനൊരു ഇൻഫോർമേഷൻ കൊടുക്കട്ടെ കുട്ടികൾക്ക്. Good morning students. There is an important announcement. This Saturday will be a working day. All students should come to school in uniform. Thank you. അനൗൺസ്മെന്റ് ഇവിടെ തന്നെ പോവല്ലേ? അതെ. ഇപ്പൊ മൈക്ക് സാങ്ഷൻ ഉണ്ടോ? അല്ല, അത് സ്കൂളിന് അതിന്റെ ആവശ്യമില്ല. അല്ല, ഞങ്ങളുടെ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്ത് മൈക്ക് സാങ്ഷൻ പോലീസ് കണ്ടുപിടിച്ചാൽ അത്രയും. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഓരോ ക്ലാസ് തുറന്ന് നടന്ന് പറയണ്ടേ. ഇത് അതിന്റെ ആവശ്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ കോമ്പൗണ്ട് മൊത്തം കേൾക്കും. അതെ, നല്ല കാര്യം. അപ്പൊ ഞാനിത് ഒരുവിധം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ താനൊന്ന് ഇതൊന്ന് ഒപ്പിട്ട് വെക്കും. ഞാൻ ഈ ഇൻഡു ഇട്ട സ്ഥലത്തേക്ക് ഒന്ന് ഒപ്പിട്ട് വെക്കും കേട്ടോ. ഞാനിപ്പോ വരാം. ഒപ്പിടണേ. ഒപ്പിട്ട് വെക്കും. ഞാനിപ്പോ വരാം. മൂത്തവൻ ചേർക്കാൻ വന്നപ്പോ കുരിശു വരച്ചോന്നും പറഞ്ഞ അവൻ ചീത്ത പറഞ്ഞ. ഇനി അങ്ങനെ ഒപ്പിടും. മതി. ഒപ്പിട്ടോ മാഡം? ഇതൊന്ന് വേണമല്ലേ? എനിക്ക് റേഷൻ കട പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. 12 മണിയാകുമ്പോൾ റേഷൻ കട അടച്ചു. മണ്ണെണ്ണ വാങ്ങിക്കാനേ. മാഡം, ഞാൻ എന്നതാണ് ഈ കഷ്ടപ്പെടുന്നത്? മാഡം, ഈ തന്ന കടലാസിനകത്തേ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് റേഷൻ കടയിൽ ചെന്ന് മണ്ണെണ്ണ വാങ്ങിക്കണം, അരിക്കട കടയിൽ നിന്ന് പഞ്ചാര വാങ്ങിക്കണം, മീനും വാങ്ങിക്കണം. എനിക്ക് യൂസ് ചെയ്യാനുള്ള മൈക്ക് തന്നോട് ആരാ പറഞ്ഞത് ഇതെടുക്കാനായിട്ട്? തന്നെ ആരോടോ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? തന്റെ മോന്റെ വിവരക്കേട് ഞങ്ങൾ കുറെ സഹിക്കുന്നുണ്ട്. ഇപ്പൊ തന്റെ വിവരക്കേട് കൂടെ ഞങ്ങൾ സഹിച്ചോണ്ടിരിക്കുക. അല്ല, മാഡം അല്ല പറഞ്ഞു അങ്ങനെ പറയാനെങ്കിൽ ഇവിടുത്തെ പറഞ്ഞാൽ എല്ലാവരും കേട്ടോളും. അപ്പൊ മാഡം കേട്ടോളൂ. തന്നോട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞല്ലേ പോയത്? അതെ. ഇതെന്താ? താൻ അത് ഒപ്പിട്ടോ? ഒപ്പിട്ടു. ഇങ്ങതാ മതി. ഇനി ഒന്നും ഇല്ലല്ലോ, പോയിക്കോ. ഇനി അടുത്ത മാസം 1-ാം തീയതി ഈ ചേർക്കേണ്ട കുട്ടിയുമായിട്ട് താൻ വരണം. ഓക്കെ? അടുത്ത മാസോ? അടുത്ത മാസം നടക്കൂല. അതെന്താ? 4.5 വർഷം കഴിഞ്ഞിട്ട് നടക്കുള്ളൂ. എടോ, ഈ വർഷം ചേർക്കേണ്ട കുട്ടീനെ 4.5 വർഷം കഴിഞ്ഞിട്ടാണോ കൊണ്ടുവരേണ്ടത്? ഇന്നലെ ഭാര്യ ഒമിറ്റ് ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അത് വന്ന് അഡ്മിഷൻ എടുത്തിട്ട് പോകാനും അതിന്റെ പൂരിപ്പിച്ച് കൊടുക്കാൻ ഓർത്ത് വന്നാ. എടോ, ഇന്നലെ താൻ വിശേഷം അറിഞ്ഞോളെങ്കിൽ പിന്നെ ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത്? ഇതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഇപ്പൊ ഞാൻ ബുക്ക് ചെയ്താലേ 1 ലക്ഷം രൂപ മതി. 4 വർഷം കഴിഞ്ഞ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ വേണ്ടേ? അപ്പൊ ഇപ്പൊ ഞാൻ ബുക്ക് ചെയ്യുവാണെങ്കിൽ 3 ലക്ഷം രൂപ ഞാൻ ലാഭിച്ചില്ലേ? പഠിപ്പില്ലേലും ഉണ്ടല്ലോ, എനിക്ക് അപാര ബുദ്ധിയാ. മനസ്സിലായോ? മാഡം കേട്ടിട്ടില്ലേ അഡ്വാൻസ് ബുക്കിംഗ്? അതാണ് ഇപ്പൊ ഇവിടെ നടന്നത്.